ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം കത്താര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഖത്തറിലെ കത്താര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ വെള്ളച്ചാട്ടവും ഒരുപാട് സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ ഖത്തറിൽ. ഓരോ ദിവസം കൂടുമ്പോഴാണ് ഓരോ നാട് ഇഷ്ടപ്പെട്ട് വരിക എന്ന് പറഞ്ഞ മാതിരി ഓരോ ദിവസം കൂടുമ്പോഴാണ് ഈ നാട്ടിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട് വരുന്നത്. എന്തായാലും പരമാവധി വീഡിയോസും കാര്യങ്ങളും ഖത്തറിലെ കുറേ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഇനിയും കാണിക്കാറുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഖത്തർ മീറ്റ് ചെയ്യും. ഫുള്ള് പുല്ല്, പാർക്കിങ്, ബിൽഡിങ്ങൊക്കെ നോക്കിയേക്ക്. ഇവിടെ റൗണ്ട്, അവിടെ കേക്ക് തല തിരിച്ചു വെച്ച മാതിരി. ഗിഫ്റ്റ് ബോക്സിൽ ബിൽഡിങ് ഉണ്ടാക്കി വെച്ചെടുക്കുക കണ്ടോ. അതൊക്കെ നേരെ കാണിച്ചു തരാം. ചെമ്പരത്തി പൂവായിരുന്നു. പക്ഷെ എൻ്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ അല്ലേ. ഏസ്തറ്റിക്കാണ് എൻ്റെ ഡ്രസ്സ്. ഗൈസ്, ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവരൊന്ന് പറയും, നല്ല അടിപൊളി ഡ്രസ്സല്ലേ. നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് കേക്ക് വെച്ച മാതിരിയാണ് ക്രിസ്മസിൻ്റെ ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം. ഞാനും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. എന്താ മെയിൻ്റെനൻസ് ഒക്കെ, റോഡൊക്കെ നോക്കിയേക്കും. ഓ, ഒരു യു കെയിലൊക്കെ പോയ ഫീലില്ലേ. ഇതേമാതിരി യു കെ ഒക്കെ ഉണ്ടാവുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ നോക്കിയേക്ക്, റോട്ടിൽ സ്പീഡിലെ വണ്ടികൾ പോകണം നോക്കിയേക്ക്. നല്ല രസം കിട്ടും കാണാൻ. ഇതിൻ്റെ ബാക്കിൽ നല്ല ഇതൊക്കെ പരാതി സിനുവിൻ്റെ കൈ പിടിക്കണില്ല എന്ന്. ആരാണ് ആ പരാതി പറഞ്ഞ ആള്? അനക്ക് അങ്ങനത്തെ ഒരു പരാതി ഉണ്ടോ? പരാതി ഉണ്ടോ? കൈയൊക്കെ പിടിച്ചിട്ട് നല്ല തണുത്ത സ്ഥലത്തിലൂടെ ഇങ്ങനെ നടക്കണേ ഗൈസ്. ഇവിടുത്തെ റോഡ് നോക്കിയേക്ക്, സെറ്റ് റോഡാ, നടപ്പാതെ ഇങ്ങനെ വെച്ച്. ഈ സപ്പത്ത് നമ്മുടെ നാട്ടിലെ അരിച്ചാലല്ല, ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടമാണ് വൈകുന്നേരങ്ങളിൽ. അതായത് അതിന് മോട്ടർ അടിക്കും, വീണ്ടും മേലെ കയറ്റും, പിന്നെ താഴത്തേക്ക് വരും. ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. അല്ലയാ ഇതൊക്കെ വെള്ളം മക്കളെ. ഇതാണ് ഗോൾഡ് പള്ളി. അതായത് നോക്കിയേക്ക്, ഇവിടുത്തെ ചുമരൊക്കെ ആ ഒരു ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ കണ്ടോ ഗോൾഡ് പള്ളി. ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഓൾഡ് പള്ളിയിലൊക്കെ എത്തി. ഗോൾഡ് പള്ളിയിലെത്തി. നമ്മൾ കത്താര കണ്ടു. കത്താരയുടെ അവിടുന്ന് ഇങ്ങനെ ലേഹനി അതിൻ്റെ അയിബ് കളിക്കണമൊക്കെ ഒന്നും അറിയില്ല. എന്തോ ഉറങ്ങന്നെ അയിബോജ് ഉറങ്ങന്നെ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഈ ചൈനകളൊക്കെ നോക്കിയേക്കാം. ഏതാ ഈ വാങ്ങിയത്? ഏതാ വാങ്ങി? ഖത്തർ മാഗ്നറ്റിക്. ഈ സാധനം നോക്കിയേക്ക്, കുപ്പിയിൽ നിറച്ച് വെച്ചത്. അങ്ങനെ പള്ളിയൊക്കെ കണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിനുള്ളിൽ ഒരു 3D സെറ്റപ്പ് ഉള്ള കാര്യം നമ്മൾ അറിഞ്ഞു കേട്ടോ. ഇവിടെ ഫാമിലീസിനാണ് അലൗഡ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ ക്രൗഡൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ എന്തായാലും മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു. ആദ്യമൊക്കെ ഇതുപോലത്തെ ഇല വീഴുന്നതും, അതുപോലെ മഞ്ഞ് പെയ്യുന്നതും, പിന്നെ അതേപോലെ മഴ പെയ്യുന്നതും, പിന്നെ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ കണ്ടു. പിന്നെയാണ് ഇതിൻ്റെ ചരിത്രം, അതായത് ഒരു ചരിത്രമാണ് ഇതിനുള്ളിൽ 3D ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലൊന്നും എനിക്കറിയില്ല, എന്നാലും നമ്മൾ കണ്ടിരുന്നു കുറേയൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഫീലാണ്. കാരണം അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിങ്ങനെ ഒരു ചലനം ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ ഒരു യാത്ര, അതിൻ്റെ ഒപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. കാരണം തല ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അലയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വീഴുന്നുണ്ട്. എന്തായാലും സിനുവിൻ്റെ ഒപ്പം അലയനെ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും മക്കളെ, ഖത്തറിലെ A to Z സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കണ്ടു വരികയുണ്ട്. ഇനി നാളെ കുറച്ച് സ്ഥലം കൂടി കാണാണ്ട്, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം കാണൽ നിർത്തിയിട്ട് നേരെ പർച്ചേസിങ്ങിനോട് ഇറങ്ങുകയാണ്. ഇതാണ്ടോ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സംഭവങ്ങളൊക്കെ. എന്തായാലും അതൊക്കെ കണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ എന്താ പറയുക, ഒരു പർച്ചേസിങ് മാൾ പോലൊരു സംഭവമുണ്ട്. എന്തായാലും ആ മാളിലോട്ട് ജസ്റ്റ് വാങ്ങുന്നൊന്നുമില്ല, എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളിലോട്ട് കയറി. ഓരോ ഡ്രസ്സും 300 റിയാൽ, 500 റിയാൽ. അതായത് 300 റിയാൽ 500 റിയാൽ എന്നൊക്കെ നാട്ടിലെ 10,000-ൻ്റെ മുകളിലാട്ടോ പ്രൈസ് വരുന്നത്. പക്ഷെ അതിനുള്ള ഡ്രസ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറ്റുമോ. കാരണം ഫുള്ള് കളറും അതേമാതിരി നെറ്റും കാര്യങ്ങളും നല്ല സംഭവം. അറബിയസൊക്കെ ഇടും, നമ്മളെന്തായാലും എടുത്തിട്ടില്ല. പിന്നെ അതേമാതിരി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലെ മാള് നടക്കുന്ന പോലത്തെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല പ്രൈസും ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ പ്രൈസ് നേരെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. ഇവിടുത്തെ ആൾക്കാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കലില്ല. ഒരു റിയാൽ 2 റിയാൽ വെച്ചിട്ട് വാങ്ങിയേക്കാരും. പക്ഷെ നമ്മളെന്താക്കും, അത് നോക്കൂല. നമ്മൾ ഇവിടുത്തെ പൈസ ഇനിയിപ്പോൾ 1 റിയാലാണെങ്കിൽ നാട്ടിലെ 24 റുപ്യ നമുക്ക് മൈൻഡ് വരും.
അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് കോർണിഷ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. മാഷാ അല്ലാ കിട്ടില്ല സ്ഥലം. കോർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം നിങ്ങളോട് പറയാം, ഖത്തറിൻ്റെ ഏറ്റവും ഒരു വലിയൊരു സംഭവമാണ് ആ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ. നമ്മൾ ആദ്യം എടുത്തത് കോർണിഷിൽ പോയിട്ട് ബോട്ടാണ്. കാരണം ഒന്നും കൂടി എടുത്തു പോയിട്ട് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബോട്ട് എടുത്തത്. അതിൻ്റെ ഉള്ളിൽ പാട്ട് വെച്ചപ്പോൾ അലേഹ ആണെങ്കിലോ പിടുത്തപ്പെട്ട ഡാൻസ്. അലേഹൻ്റെ ഒപ്പം കളിക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അലേഹൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അവൾക്ക് ഞാൻ പാട്ട് പാടിയത് മൂലയെ തന്നെ ഓള് ആളും പരിസരവും ഇല്ലാതെ ഓള് ഡാൻസ് കളിച്ചോളൂ, ഓളുടെ കളി നോക്കിക്കോളും. എന്തായാലും ബോട്ടൊക്കെ അലേഹ കയ്യേറി ഉഷാറാക്കി. ഇനി നമ്മളെന്തായാലും ബോട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്ത് 10 റിയാൽ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ കുറച്ച് ലോങ്ങാണ്. പിന്നെ വന്നോടത്ത് നമ്മളോട് 20 റിയാൽ പറഞ്ഞു. 20 റിയാൽ എന്ന് പറയുമ്പോൾ സംഖ്യ ആയിട്ടോ. അങ്ങനെ ഒരാൾക്കാണ് 20 റിയാൽ പറഞ്ഞത്. അങ്ങനെ നമ്മൾ 6 പേരുണ്ട്. 6 പേർക്ക് നല്ലൊരു പൈസ ആയില്ലേ. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് അവസാനം ഒരു പറഞ്ഞ് എല്ലാവർക്കും പാടെ 50 റിയാലിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താക്കി, ഓക്കെ 50 റിയാലിന് പോവാം. പക്ഷേ ഞാൻ എന്നിട്ട് ബോട്ട് കയറി ഞാൻ അവരോട് ചോദിച്ചപ്പോഴും ഓലും ഇതേമാതിരി 50 റിയാലിലാണ് കയറിയിട്ടുള്ളത്. പിന്നെ ബോട്ടിൽ നമ്മുടെ നാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു. കണ്ണൂർക്കാരുണ്ടായിരുന്നു, നാദാപുരംകാരുണ്ടായിരുന്നു. എന്തായാലും അലേഹ അവരോടൊക്കെ പരിചയപ്പെട്ടു. അവരും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഖത്തറിലൊക്കെ രാത്രി ഇറങ്ങാൻ കേട്ടോ രസം. രാത്രിയാണ് ആ ഒരു വൈബ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയും അതുപോലെ മൊത്തം ബിൽഡിങ്ങുകൾ ലൈറ്റ് ഇട്ടുമ്പോൾ ഒരു വേറൊരു ഫീൽ തന്നെയാണ് അതിലൂടെ നടക്കുക. നമുക്ക് എത്ര സമയം നടന്നാലും നമുക്ക് ബോറടിക്കില്ല. കാരണം നമ്മൾ വേറൊരു ലോകത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലാണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് JCCന്റെ സ്വന്തം ഗായകൻ റിയാസ് ആർക്കെ. സ്നേഹമുള്ളവർ ആർക്കെ എന്ന് വിളിക്കും, അല്ലാത്തവർ റിയാസ് എന്ന് വിളിക്കും. എന്തായാലും നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ പാട്ടിനെ കുറിച്ച്. അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും മൂളിയാലോ? തീർച്ചയായും. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാമൂമറിന്റെ വരവിനൊത്ത് ഹക്കൊത്ത മുഹമ്മദിൻ ശിരസ്സെടുത്ത് ഈ കയ്യിൽ കൊണ്ടുവരുമെന്നു ഗർജിത്ത് ഉടവാൾ ഊരിയെടുത്ത് ഉമറത കുതിരപ്പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ടു ഉലകിന്റെ തെളിദീപം കെടുത്തുവാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു തുർക്കി ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് പിന്നെ അത്യാവശ്യം സ്ഥലം നമ്മൾ നടന്നിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഗായകനെ നിങ്ങൾ കണ്ടില്ലേ, ഈ GCC കൺട്രീസിൽ നല്ലൊരു ഗായകനാണ് റിയാസ് ആർക്കെ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നേരെ വീട്ടിൽ പോകണം. ബാക്കി